ചില ദിവസങ്ങളിൽ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ ഇവരെ പറ്റി ഓർക്കും. ഇവരാണ് എൻ്റെ എല്ലാം, ജീവനും ജീവിതവും എല്ലാം. ഞാനൊരു വീട്ടുകൂടലിന് പോയി. ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഹൗസ് വാമിങ്ങിനെ വീട്ടുകൂടൽ, കുടിയിരിക്കൽ അങ്ങനെയൊക്കെയാണ് പറയാറ്. അതിനിടയ്ക്ക് കിജുവിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഒരുമാതിരി അലസാക്കി. അതൊന്നും ഞാൻ മൈൻഡാക്കിയില്ല. അങ്ങനെ വീട് കൂടലിൻ്റെ അവിടെ എത്തി. നല്ല വെയിലാണ് കേട്ടോ പോകാനായിട്ട്. ഒരു ബിരിയാണി മിസ്സാക്കണ്ടല്ലോ വിചാരിച്ച് അന്ന് ഞാനങ്ങ് സഹിച്ചു. പിന്നെ ഇതാ ഉണ്ണിയപ്പവും ഹൽവയൊക്കെ കട്ട് ചെയ്ത് വെച്ച് സെറ്റപ്പാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചപ്പം അടിപൊളി. അങ്ങനെ എല്ലാവരും ചെരുപ്പയച്ച് വെച്ചിട്ടുണ്ട്. ഞാനും ചെരുപ്പയച്ച് അകത്ത് കയറി. കുറേ ആളുകളുണ്ട്. എനിക്ക് കുറച്ച് പേരൊക്കെ അറിയുള്ളൂ. അറിയുന്നവരുടെ അടുത്തൊക്കെ നന്നായിട്ട് ചിരിച്ചു, അറിയാത്തവരുടെ അടുത്തും ചിരിച്ചു. കാരണം ഇനി അവർക്കൊന്നും തോന്നണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്തായാലും നല്ല അടിപൊളി വീടാണ്. കുറേ ആയിട്ട് പണി നടക്കുന്നുണ്ടായിരുന്നു, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇവരുടെ വീട്. അവിടെ ഒരു ചേച്ചിയുണ്ട്, ഞങ്ങൾ നൈബറാണ്. അവർ കുഞ്ഞാമ്മിനെ കണ്ടപ്പം എന്തോ അവർ പെട്ടെന്ന് എടുക്കുകയും അവളോട് എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്തു. അവർക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുഞ്ഞാമ്മിനെ. കുഞ്ഞാമ്മിയാണെങ്കിലും അവിടെയുള്ള എല്ലാവരോടും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇജുവിൻ്റെ കോപ്രായത്തരാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഇജു പറയുന്നുണ്ട് ഞാനൊന്ന് മേലെ കയറട്ടെ. ഞാൻ പറഞ്ഞു നീ പോയാൽ മതി, എനിക്ക് കയറാൻ കഴിയില്ല. ചില സമയങ്ങളിൽ എനിക്കൊരു 60 വയസ്സിൻ്റെ മേലെയൊക്കെ തോന്നിക്കുക. കാരണം എനിക്കൊന്നിനും വയ്യ, അതാണ് അവസ്ഥ. പിന്നെ ഈ ബിരിയാണി വിചാരിച്ചിട്ടാണല്ലോ ഞാൻ വന്നത്. എന്താ ബിരിയാണി പൊളി. പിന്നെ കോഴിക്കോടൻ ബിരിയാണീനെ പറ്റി പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പിന്നെ വന്ന് കുഞ്ഞാമ്മീൻ്റെ കളികളൊക്കെയാണ് ഈ കാണുന്നത്. ഓള് ഉറങ്ങുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ തൊട്ടിലാട്ടും. പക്ഷേ ഒരു കണക്കിന് ഓൾ ഉറങ്ങൂല. എൻ്റെ ഈ തൊട്ടിലാട്ടുന്നത് മിച്ചമെന്നല്ലാതെ. പിന്നെ ഞാൻ കുഞ്ഞാമ്മീനെ ഏൽപ്പിച്ച് എൻ്റെ വേറെ കുറേ പണികൾക്കൊക്കെ പോയി. പിന്നെ അതിൽ ആറിയിട്ടതുണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങി എടുത്തു. വീട്ടിലെ ജോലി എടുത്താലും തീരൂല. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. ജഗബോഗായിട്ട് എടുക്കുമ്പം ഒരുപാട് നേരം എന്തോ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്, ഒരു ഭാരപ്പെട്ട ജോലി ചെയ്യുന്ന പോലെ. കുറച്ചധികം സമയം ഉണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഈ നട്ടുച്ച വെയിലത്ത് ഇതെല്ലാം ഉണങ്ങിയതെല്ലാം മാറ്റി ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തു. പിന്നെ ഇജു ഇതാ പറഞ്ഞു വീട്ടിൽ കടച്ചക്ക ഉണ്ടായിട്ടുണ്ട്, വലുതായിട്ടുണ്ട് നോക്കുമെന്ന് പറഞ്ഞാൽ അന്ന് അവൻ എനിക്ക് കാണിച്ചു തന്നതായിരുന്നു. ഡെലിവറി ടൈമിൽ ഉണ്ടാക്കി വെച്ച അരിപ്പൊടിയായിരുന്നു, ധാന്യങ്ങളെല്ലാം കൂട്ടിയിട്ട്. ഞാനത് ആ ടൈമിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അലക്കിയതെല്ലാം മടക്കി വെച്ചു. ഇത് കുഞ്ഞാമ്മയുടെ ഒരു സെക്ഷനാണ് എപ്പോഴും എടുക്കാനുള്ളത്. അത് എല്ലാം റെഡിയാക്കി വെച്ചു.